ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഏപ്രിൽ 16-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റീറ്റീവ് എക്സാംസിന് പഠിക്കുന്നവർക്കൊക്കെ ഈ ഒരു ക്ലാസ് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് എൻ്റെ ക്ലാസ്സസ് വാച്ച് ചെയ്യുകയും അതേപോലെ ഞാൻ തരുന്ന PDF, അതായത് ഈ ക്ലാസ്സിൻ്റെ PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ, റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല മാർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 90 to 95% മാർക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്: റഷ്യ ലോഞ്ചസ് ഫസ്റ്റ് അങ്കാര A5 സ്പേസ് റോക്കറ്റ് ഫ്രം ഫാർ ഈസ്റ്റ് കോസ്മോഡ്രോം. അപ്പോൾ റഷ്യ അവരുടെ ഫസ്റ്റ് അങ്കാര A5 സ്പേസ് റോക്കറ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഫാർ ഈസ്റ്റ് കോസ്മോഡ്രോമിൽ നിന്നാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. ദ ഫ്ലാഗ്ഷിപ്പ് അങ്കാര A5, എ പവർഫുൾ സ്പേസ് ക്രാഫ്റ്റ് ഡിസൈൻഡ് ടു ക്യാരി ഹെവി പേലോഡ്സ് into low Earth orbit, took off from a Vostochny cosmodrome in the Russian Far East. The Angara family of rockets, developed to replace the Soviet-designed Proton rockets, is central to Russia's strategy to secure its independence in accessing outer space and to reduce resilience. അപ്പോൾ റഷ്യയാണ് ലോഞ്ച് ചെയ്തത് അങ്കാര A5 സ്പേസ് റോക്കറ്റ് ഫ്രം ഫാർ ഈസ്റ്റ് കോസ്മോഡ്രോം എന്നാണിത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ഡസ്റ്റ്ലിക് ബിഗിൻസ് ഓൺ April 15. അപ്പോൾ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ആയ ഡസ്റ്റ്ലിക് April 15 സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്തു ആ ഡസ്റ്റ്ലിക് എന്ന് പറയുന്ന എക്സസൈസ്. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള എക്സസൈസാണത്, ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അദാനി ഗ്രൂപ്പ് ബിൽഡ്സ് വേൾഡ്സ് ലാർജസ്റ്റ് റിന്യൂവബിൾ എനർജി പാർക്ക് ഇൻ ഗുജറാത്ത്. അപ്പോൾ അദാനി ഗ്രൂപ്പ് 30 ഗിഗാവാട്ട്സ് റിന്യൂവബിൾ എനർജി പ്ലാന്റ് ആണ് ഇപ്പോൾ ഖാവ്ഡ ഇൻ കുച്ച് ഓഫ് ഗുജറാത്തിൽ. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 538 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്, അതായത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. വേൾഡ്സ് ലാർജസ്റ്റ് റിന്യൂവബിൾ എനർജി പാർക്ക് ഇൻ ഗുജറാത്താണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് അദാനി ഗ്രൂപ്പ്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ഔട്ട്പേസസ് ചൈന ഇൻ ഡിജിറ്റൽ സർവീസസ് എക്സ്പോർട്സ്, WTO റിപ്പോർട്ട്. അപ്പോൾ WTO റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ചൈനയെ ഔട്ട്പേസ് ചെയ്തിരിക്കുകയാണ്, മറികടന്നിരിക്കുകയാണ് ഇൻ ഡിജിറ്റൽ സർവീസസ് എക്സ്പോർട്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഇന്ത്യ ഹാസ് സെക്യൂർഡ് ഇറ്റ്സ് പ്ലേസ് ആസ് ദ വേൾഡ്സ് 4th ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് digitally delivered services, contributing more than a fifth to the global trade in services. As per recent global trade outlook and statistics report by World Trade Organization, India's exports of digitally delivered services reached $257 billion in 2023, marking a 17% increase compared to previous year. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ജപ്പാൻ ബേസ്ഡ് MUFG ടു അക്വയർ 20% സ്റ്റേക്ക് ഇൻ HDFC ബാങ്ക്സ് നോൺ ബാങ്കിങ് ആം അറ്റ് ക്ലോസ് $10 billion വാല്യുവേഷൻ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ജപ്പാൻ ബേസ്ഡ് MUFG അക്വയർ ചെയ്യാൻ പോവുകയാണ്. 20% സ്റ്റേക്ക് ഓഫ് HDFC ബാങ്കിൻ്റെ നോൺ ബാങ്കിങ് ആമിൻ്റെ ഷെയർസാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. ദ ബാങ്ക് ഓഫ് ടോക്കിയോ മിറ്റ്സുബിഷി UFJ, അതായത് MUFG ഈസ് ഗെറ്റിംഗ് റെഡി ടു അക്വയർ എ 20% സ്റ്റേക്ക് ഇൻ HDB ഫിനാൻഷ്യൽ സർവീസസ്, എ നോൺ ബാങ്കിങ് സബ്സിഡറി ഓഫ് HDFC ബാങ്ക് അറ്റ് എ വാല്യുവേഷൻ ഓഫ് $9 to $10 billion. HDFC ബാങ്ക്, the country's largest private lender, currently owns around 95% of HDB financial services, with the remaining 5% held by employees under an employee stock ownership plan. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് ചാഗ്യാസ് ഡിസീസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 14th April. അപ്പോൾ ചാഗ്യാസ് ഡിസീസാണ് അത് ആ ഒരു ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 14th April വേൾഡ് വൈഡ് അത് ഒബ്സർവ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് അതിൻ്റെ തീം 2024 വേൾഡ് ചാഗ്യാസ് ഡിസീസ് ഡേയുടെ തീമാണ് ഏർലി ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഫോളോ അപ്പ്. അതാണ് ഈ ഒരു ഡേയുടെ തീം.
അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. DRDO and Indian Army conduct successful trials of indigenous man-portable anti-tank guided missile weapon system. അപ്പോൾ DRDOയും ഇന്ത്യൻ ആർമിയും കൂടിയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ട്രയൽസ് കണ്ടക്ട് ചെയ്തിരിക്കുകയാണ് ഓഫ് ഇൻഡിജിനസ് മാൻ പോർട്ടബിൾ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ വെപ്പൺ സിസ്റ്റത്തിൻ്റെ ട്രയലാണ് സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്തത് DRDOയും ഇന്ത്യൻ ആർമിയും കൂടിയിട്ട്. DRDO എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, ഇന്ത്യൻ ആർമിയും കൂടിയിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും വായിക്കാം. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് ക്വാണ്ടം ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 2024 വേൾഡ് ക്വാണ്ടം ഡേ 14th ഏപ്രിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. ഇന്ത്യ സെലിബ്രേറ്റ്സ് വേൾഡ് ക്വാണ്ടം ഡേ 2024 on 14th April 2024 with aspirations to become a global leader in various fields of quantum science and technology. Quantum mechanics, the study of atoms and subatomic particles, has now advanced to such an extent that it has now moved to the engineering domain and is leading to novel and varied applications. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ഇത് PDF-ലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഗ്രോസ് 5.7% ഇൻ ഫെബ്രുവരി. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 5.7% ആണ് ഗ്രോ ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. ഇൻ ഫെബ്രുവരി ദിസ് ഇയർ മൈനിങ് പ്രൊഡക്ഷൻ റോസ്. മൈനിങ് പ്രൊഡക്ഷൻ്റെ കാര്യമാണ് പറയുന്നത്, 8% വർദ്ധിച്ചു എന്നും. അതിൻ്റെ പവർ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തത് 7.5% ആണ്. ദ IIP അതായത് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഗ്രൂ ചെയ്തത് 5.9% ഡ്യൂറിങ് ഏപ്രിൽ 2023 ടു ഫെബ്രുവരി 2024 പീരീഡിലാണ്. കമ്പയർഡ് ടു 5.6% എക്സ്പാൻഷൻ ദ ഇയർ എഗോ പീരീഡ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്രയാണ് ഗ്രോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഗ്രോ ചെയ്തിട്ടുള്ളത് 5.7% ആണ് ഫെബ്രുവരിയിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. CAMS gets RBI's nod to operate as an online payment aggregator. അപ്പോൾ കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെൻറ്റ് സർവീസസ് ലിമിറ്റഡിന് RBIയുടെ നോഡ് കിട്ടിയിരിക്കുകയാണ് ടു ഓപ്പറേറ്റ് ആസ് ആൻ ഓൺലൈൻ പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അപ്രൂവലാണ് കിട്ടിയിട്ടുള്ളത് CAMSന്. അപ്പോൾ കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെൻറ്റ് സർവീസസ് ലിമിറ്റഡ് സെഡ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ഗ്രാൻഡഡ് ഓത്തറൈസേഷൻ ടു ദ കമ്പനി ടു ഓപ്പറേറ്റ് ആസ് ആൻ ഓൺലൈൻ പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ. ഇറ്റ് ഹാസ് റിസീവ്ഡ് ഇറ്റ് ആഫ്റ്റർ ദ ബിസിനസ് ബിക്കെയിം റെഗുലേറ്റഡ് consequent to the issue of guidelines on a regulation and of payment aggregators and payment gateways in March 2020. അപ്പോൾ CAMSന് RBI അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ് ഓപ്പറേറ്റ് ആസ് എ ഓൺലൈൻ പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അപ്രൂവലാണ് CAMSന് കിട്ടിയിരിക്കുന്നത് RBIയുടെ അടുത്തുനിന്ന്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇൻഡസ് IND ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് ബൈ 60% ഇൻ ഇന്ത്യൻ ആം ഓഫ് ഇൻവെസ്കോ. അപ്പോൾ ഇൻഡസ് IND ഇന്റർനാഷണൽ ഹോൾഡിങ്സ് അവർ ബൈ ചെയ്തിരിക്കുകയാണ്, പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. 60% ഇൻവെസ്കോ അസറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഷെയർസാണ് അക്വയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അക്വയർ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം എന്താ വെച്ചാൽ ഞാനിതിൻ്റെ PDF പ്രൊവൈഡ് ചെയ്യും, അതിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാം, റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ആൻഡ് US ടു റീആക്ടിവേറ്റ് ഒബ്സർവേഷൻ സിസ്റ്റം ഫോർ ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ ഇന്ത്യയും US റീആക്ടിവേറ്റ് ചെയ്യാൻ പോകണം ഒബ്സർവേഷൻ സിസ്റ്റം ഫോർ ഇന്ത്യൻ ഓഷ്യന് വേണ്ടിയിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ഇന്ത്യ ആൻഡ് ദ US ഹാവ് ഡിസൈഡഡ് ടു റീആക്ടിവേറ്റ് ദ ഇന്ത്യൻ ഓഷ്യൻ ഒബ്സർവിംഗ് സിസ്റ്റം, എ നെറ്റ്വർക്ക് ഓഫ് 36 moored buoys in the high seas to collect high resolution ocean and atmospheric data for a weather forecast. The moored buoys are a part of the research moored array for African, Asian, Australian monsoon analysis and a prediction program. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയും US റീആക്ടിവേറ്റ് ചെയ്യുകയാണ് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഫോർ ഇന്ത്യൻ ഓഷ്യൻ. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ PDF ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിച്ച് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. So bye everyone.